ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നൽകുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും, അങ്ങനെ പല മാറ്റങ്ങൾ ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ബാർ ഉടമകളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം നിങ്ങളെ അറിയിക്കുന്നത് എന്നതാണ്. അപ്പോൾ കളക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതായി പറയുന്നുണ്ട്. എല്ലാവരും തരുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ വോയിസ് മെസ്സേജിൽ ഉന്നയിക്കുന്നത്. എല്ലാവരും അത് കൊടുത്താൽ മാത്രമാണ് ഇത് നടത്താൻ കഴിയുക എന്നാണ്. അപ്പോൾ സർക്കാർ ഈ നീക്കം തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഈ നീക്കം തുടങ്ങിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട്. അബ്കാരി നയങ്ങളിൽ സമീപനങ്ങളിൽ പൊതുവിൽ നിലവിലുള്ള നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. 1-ാം തീയതി ഡ്രൈ ഡേ ആക്കാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ് 1-ാം തീയതി. ആ ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ കൊണ്ടുപോയി ഈ പണം മുഴുവൻ ബാറുകളിൽ ചെലവാക്കുന്നു. അപ്പോൾ അന്നത് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ ആ പണമെങ്കിലും സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള സതുദ്ദേശത്തോടു കൂടി മാറി മാറി വന്ന ഗവൺമെന്റുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. അതുപോലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിനെല്ലാം പണപ്പിരിവ് നടത്തിയാണ്. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ, അവരാവശ്യപ്പെടാതെ ബാർ ഉടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ? നടത്തില്ലല്ലോ. അപ്പോൾ പണ്ട് KM മാണിക്കെതിരായിട്ട് 1 കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവര് ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ 20 കോടി രൂപയാണ്. 801 ബാറുകളാണ് സംസ്ഥാനത്തുള്ളത്. ഈ സർക്കാർ വന്നതിന് ശേഷം, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 669 ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. 669 ബാറുകൾ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ അന്ന് 2016 ഏപ്രിൽ 18-ന് CPM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം. UDFന്റെ മദ്യനയം തട്ടിപ്പാണ്. ബാർ കോഴയിൽ കുടുങ്ങിയൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപട്യമാണ് മദ്യനയം എന്ന പേരിൽ UDF അവതരിപ്പിക്കുന്നത്. മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണ് ഉള്ളത്. എന്നിട്ടൊരു ഉറപ്പും കൂടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. LDF വരും, എല്ലാം ശരിയാവും. മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും. LDF വരും, എല്ലാം ശരിയാവും. LDF വന്നോടനെ 669 ബാറുകൾ കൊടുത്തു. ഈ 2-ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 130 ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത്. 130. എല്ലാത്തിൻ്റെയും പുറയിൽ അഴിമതിയാണ്. 130 ബാറുകൾക്ക് 2ാമത്തെ പിണറായി വിജയൻ സർക്കാർ. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാണ്. മദ്യം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാവുന്നു. 801 ബാറാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ സഹായിക്കുകയാണ്. ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു, മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട, ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല. ബാറുകളുടെ എണ്ണം കൂടി, മദ്യവിൽപ്പന സംസ്ഥാനത്ത് കൂടി, പക്ഷെ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോരുകയാണ്. അതായത് ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന്, ബിവറേജ് കോർപ്പറേഷനിൽ നിന്നും ബാർ ഉടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത്. എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടുള്ളൂ. അപ്പം ടേൺ ഓവർ കുറച്ച് കാണിക്കുകയാണ്. ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ. ഇപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് GST ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധനയും ബാറുകളിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഭീമമായ തുക GST ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേക്ക് പോവാണ്. ഞാൻ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഗോൾഡിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള TOT. അപ്പോൾ ബാർ ഉടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ഇതിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം, അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇത് നഗ്നമായ അഴിമതിയാണ്.
ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. 1 കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ. ഇത് 20 കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ട് നികുതി പിരിക്കുന്നില്ലല്ലോ. TOT ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ലല്ലോ. ടേൺ ഓവർ ടാക്സ് വലിയ വെട്ടിപ്പാണ് നടക്കുന്നത്. അതും ധാരണയിലാണ്. അല്ല, ഈ IT പാർക്കുകൾ ഉൾപ്പെടെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ ബാറുകളുടെ സമയപരിധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. സമഗ്രമായ മാറ്റമാണ് അബ്കാരി ചട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രതിപക്ഷമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടില്ല. സാമ്പത്തിക കാര്യ സമിതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളവിടെ ശക്തിയായിട്ട് അവിടെ എതിർത്തു. പ്രതിപക്ഷ അംഗങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ കാര്യം ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തു. എന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഉറപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അതിനെ എതിർത്തിരുന്നല്ലോ. ആ നീക്കത്തെ ഞങ്ങൾ എതിർത്തിരുന്നു. അത് ചർച്ച ചെയ്യട്ടെ. അതൊന്നും ഞങ്ങൾ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇത് എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അവരാവശ്യപ്പെട്ട കാര്യങ്ങളാണ്, ബാർ ഉടമകൾ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഡ്രൈ ഡേ പിൻവലിക്കണം, സമയപരിധി കൂട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ അവരും കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് അഴിമതി ഇവിടെ വിഷയമുള്ളത്. മറ്റത് നിലവിലുള്ള ബാർ ഉടമകളല്ലല്ലോ. ഈ പുതിയതായിട്ട് പാർക്കിൽ മദ്യം ഷോപ്പ് തുടങ്ങാൻ പോകുന്ന അവർക്കല്ല, അവിടുത്തെ ഈ കോർഡിനേറ്റർമാർക്കും ചാർജ് ഉള്ളവർക്കുമാണ് അതിൻ്റെ. അല്ലാതെ ഈ നിലവിലുള്ള ബാർ ഉടമകൾക്കല്ല. അതും ഇതും തമ്മിൽ അല്ല കണക്ഷൻ. ഇത് നിലവിലുള്ള ബാറുകൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കുകയാണ്, സൗജന്യം ചെയ്തു കൊടുക്കുകയാണ്. അതിന് പകരമായിട്ടാണ് ഈ തുക പിരിക്കുന്നത്. മറ്റത് വേറെയാണ്. ടെക്നോ പാർക്കുകൾ അത് ഇതുമായിട്ട് മിക്സ് ചെയ്യണ്ട. ഈ അഴിമതി അതുമായിട്ട് മിക്സ് ചെയ്യണ്ട. അത് നിലവിലുള്ള ബാർ ഉടമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല, അത് വേറെ കേസാണ്. ഇത് നിലവിലുള്ള ബാർ ഉടമകൾക്ക് ബാറുകളെ ബാധിക്കുന്ന അവരാവശ്യപ്പെട്ട അവരുടെ സംഘടനയും ബാർ ഉടമകളും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അല്ല, ആദ്യം മന്ത്രി മാറി നിന്ന് അന്വേഷിക്കട്ടെ. മന്ത്രി രാജിവെച്ച് പുറത്തു നിന്നുണ്ട്, അന്വേഷിക്കട്ടെ. അതാണല്ലോ വേണ്ടത്. എന്നിട്ട് അന്വേഷിക്കട്ടെ. എന്നിട്ട് അന്വേഷണം ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ, ക്ലിയറാണ്. സംഘടനയുടെ ഒരു ജില്ലാ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന മെസ്സേജാണ്. വളരെ വ്യക്തമാണ്, നിഷേധിക്കാൻ പറ്റില്ല. അറിയപ്പെടുന്ന ആളാണ്, അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണത്തിന്റെ പിരിവ് നടക്കുന്നുണ്ട്, ഇത് ചെയ്തു കൊടുക്കാന്നുള്ള കണ്ടീഷനിൽ. അതാണ് സംഭവം. ഒരു ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നുണ്ടല്ല, നമ്മളിത് കൊടുത്താലേ ഇത് ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല, വേറെ ആരും നമ്മളെ സഹായിക്കാനില്ല, ഇത് കൊടുത്താലും നടക്കുള്ളൂ എന്നാണ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ആ സംഭാഷണം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അറിയാം. പണം കൊടുക്കാതെ കാര്യം നടക്കില്ല, പണം കൊടുത്തേ മതിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്താ പണപ്പിരിവടത്തിന്? അല്ല, ഈ പണം കൊടുത്താലേ ഇത് ചെയ്തു കൊടുക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നാക്കാമെന്ന്. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഇതിപ്പോ വേറെ ഒന്നുമില്ല, റൂൾസ് ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, ഹൗസിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷമുള്ളതല്ലേ ഗവൺമെന്റിന്, അത്രയേ ഉള്ളൂ. അത് ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തു കൊടുക്കാന്നുള്ള ഉറപ്പുമേലാണ് ചർച്ച ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനല്ലേ കോഴ മേടിക്കുന്നത്? ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്നത് അതല്ലേ, ഇത് ചെയ്താലേ നമുക്കിത് നടപ്പായി കിട്ടുള്ളൂ. ഇത് ഉടനെ നമുക്ക് ഈ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടനെ നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും.
അതിന് നമ്മൾ ഈ പണം എല്ലാവരും കൊടുക്കണം. 20 കോടി രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 801 ബാറുകൾ കൂട്ടി ഓരോരുത്തർ 2.5 ലക്ഷം രൂപ വെച്ച്. കൃത്യമായ കോഴയല്ലേ, കോഴ ഇടപാടല്ലേ, അല്ലാതെ അവർ വെറുതെ പിരിക്കുവാണ്. ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പിന്റെ പുറത്തല്ലാതെ അവരെങ്ങനെ പൈസ പിരിക്കുക? അവരല്ലാതെ പൈസ പിരിക്കാൻ അവർക്ക് പറ്റുമോ? അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതല്ലേ, അവരുടെ അംഗങ്ങളോട് ഉത്തരവാദിത്വം ഉള്ളതല്ലേ. വെറുതെ പൈസ പിരിക്കാൻ പറ്റുമോ അവർക്ക്? വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പൈസ പിരിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്തു തരാം, അതിന് പണം കൊടുത്തേ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈസ കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ പൈസ കളക്ട് ചെയ്ത് തരണമെന്നാണ്. കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളു ഈ പെരുമാറ്റച്ചട്ടം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പെരുമാറ്റച്ചട്ടം മാറി അവർക്കത് ചെയ്യാം. നമുക്ക് അവരും വിഷമത്തിലായല്ലോ. കാരണം അവർക്കൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയപ്പോൾ അത് പുറത്തു വന്നതോടുകൂടി അവരും വിഷമത്തിലായി. അവരും വെള്ളം പൂശാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. അത്രേ കാണേണ്ട ആവശ്യമുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് ഒരു ജില്ലാ പ്രസിഡന്റ് അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം ജില്ലയിലെ ആളുകൾക്ക് കൊടുത്ത മെസ്സേജാണ്. ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി പറയുന്നു. ഉത്തരവാദിത്തം ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ. അങ്ങനെ അവരുടെ സംഘടനയിൽ എത്രയോ നാളല്ലായിട്ടുള്ള ഒരാളാണ്. അല്ല, ഉറപ്പായിട്ട് വരുമല്ലേ. ഇപ്പൊ ഇന്നലെ ഇത് വന്നത്, ഇന്ന് രാവിലെ അല്ലേ ഇത് വന്നത്. അപ്പൊ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എക്സൈസ് മന്ത്രിയുടെ രാജിയാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ സമരപരിപാടിയായിട്ട് രംഗത്തിറങ്ങും. വല്ല സംശയമുണ്ട്? ഇത് ക്ലിയർ കേസല്ലേ. മറ്റത് ആരോപണം മാത്രമായിരുന്നു, ഒരു ആരോപണം മാത്രം. ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ല. ആ ഗവൺമെന്റ് മുഴുവൻ ബാറുകൾ അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. അവർ ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളും 5 സ്റ്റാർ ഹോട്ടലുകളിൽ ബാറുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട്. കാരണം 5 സ്റ്റാർ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറുണ്ടെങ്കിലേ ലൈസൻസ് കിട്ടുള്ളൂ. 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാർ ഒഴിച്ചുള്ള മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടാനുള്ള തീരുമാനമല്ലേ UDF ഗവൺമെന്റ് എടുത്തത്. എന്നിട്ടും കോഴാരോപണം വന്നില്ലേ ചെയ്യാത്ത കാര്യത്തിന്. ഇപ്പം അതല്ലേ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന കണ്ടീഷനിലല്ലേ വളരെ വ്യക്തമായി. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഇത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കല്ലേ ഇതിൻ്റെ അകത്ത്, ഈ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കല്ലേ. ആവില്ല, അവർക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നേരെ പറിച്ച് ഇല്ല, ഇങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ട്, ഞങ്ങൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കാശ് കൊണ്ടുപോയി എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാമെന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ചർച്ച എന്താണ്? അതൊക്കെ നമ്മൾ പറയട്ടെ, ഇത് അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്നുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന സംഭവമല്ലേ. അങ്ങനെ ഒരു അതൊന്നും അല്ലല്ലോ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കി തന്നെ, നിങ്ങൾ പണം തന്നെ എന്നല്ലേ പറയുന്നത്. അല്ലാതെ പറയുന്നത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് പറഞ്ഞല്ലോ, ഞാൻ പണം പിരിവ് തുടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടാത്തത് ഒരു വേഗം തന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇടുക്കി ജില്ലയിലെ കാര്യം മാത്രമാണ് ആ ഇടുക്കി ജില്ലയിലെ പ്രസിഡന്റ് അവരുടെ ബാർ ഉടമകളോട് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കേസല്ലേ. അല്ല, നമുക്ക് വരട്ടെ, ദിവസങ്ങളുണ്ടല്ലോ, ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കുണ്ടല്ലോ. അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ പാർട്ടി അറിയാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിപ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് വന്നാരെങ്കിലും ആയിരിക്കും. അതല്ല, ഇത് വളരെ വ്യക്തമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കേസാണ്. സർക്കാരിൻ്റെ കയ്യിൽ ഇതുണ്ട് അല്ലേ. സോൺ പൈപ്പ് ലൈൻ ആണ് ഈ സംഭവം, ഈ തീരുമാനം. ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കാര്യം ഇത് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ സമിതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വെയിറ്റ് ചെയ്യണം, സർക്കാർ വെയിറ്റ് ചെയ്യാണ് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. തീരുമാനം ഡിലേ ചെയ്തത് ചിലപ്പോൾ പണം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ പണം വേഗം കൊടുത്താൽ നമുക്ക് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.